എന്റെ പൊന്നു പിള്ളേ, നിങ്ങൾ അറിഞ്ഞായിരുന്ന നമ്മുടെ ഗാന്ധിപ്പാപ്പനൊക്കെ ഇപ്പൊ ജിഹാദിയാണ്, ജിഹാദി, കൊടിയ ജിഹാദി. ഇനി മുതൽ ഗാന്ധിജി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു പഠിച്ചോളാം. ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, കൊടിയ ജിഹാദിയാണെന്ന് കൂടി. കേരളത്തിൽ ഇപ്പോഴത്തെ മൂത്ത ജിഹാദി അൻസാരി സുഹരി ആലപ്പുഴയും പിന്നെ എക്സ് BJP അനുഭാവി കൊല്ലം തുളസിയും കൂടി ചേർന്ന് ജിഹാദികളെല്ലാം വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്തപ്പോൾ കമൻറ്റിൽ വന്ന് ഞാനും ജിഹാദി എന്നും പറഞ്ഞ് കോൾമയിർ കൊള്ളുന്ന മതവർണ്ണ കഴിവേറികളുടെ മാനസിക നില ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുമോ? ഈ സോഷ്യൽ മീഡിയയിൽ പിരിവിടുത്തിട്ടുള്ള നന്മമരം കളി പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ കഴിയും. നിങ്ങൾ ഈ കേരളം കണ്ട കൊടും ക്രിമിനൽസിനെ വരെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ പറ്റും. അവരാൽ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന പാവങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് കൊഞ്ഞാനും കുത്താനും പുച്ഛിച്ച് ചിരിക്കാനും പറ്റും. പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കൃത്യത്തിൽ പങ്കെടുത്ത രണ്ടാം പ്രതി സജിൽ, ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ 3ഉം 5ഉം പ്രതികളായ നാസർ, നജീബ് എന്നിവരെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത്. തീവ്രവാദ പ്രസ്ഥാനത്തിൽ അംഗമായെന്ന കുറ്റത്തിന് UAPA സെക്ഷൻ 20 പ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷയാണിത്. കേസിൽ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റുമോ? ഈ നന്മയുടെ പറവിൽ നിങ്ങൾക്ക് തീവ്രവാദികളെ വരെ വെളുപ്പിച്ചെടുക്കാൻ കഴിയും. ഒരാളും ചോദിക്കാൻ വരില്ല. ഇന്ത്യയിലെ പലയിടത്തുമായിട്ട് സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തവരാ. ഇവരെവിടെയാണ് താമസിക്കുന്നത്? ഇന്ത്യയിൽ തന്നെ പല പള്ളികളിലും മദ്രസകളിലും. ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ ഈ തീവ്രവാദ സംഘടനയിലേക്ക് വലിക്കാൻ നോക്കുന്ന ടീമാണ് ഇവർ. ഈ വേഷം മാറി വന്ന ഇത് കേട്ടപ്പോഴാണ് മോൻ തൂക്കൊപ്പിക്കാൻ വേണ്ടിയും മോന്റെ കമന്റ് ബോക്സിൽ ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയും ഒക്കെ ചെയ്ത പണിയാണെന്ന് മനസ്സിലായി. ആദ്യമൊക്കെ ജീവിക്കാൻ വേണ്ടി, അന്നത്തിന് വേണ്ടി, ആളുകളുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി ഇവിടെയുള്ള മുസ്ലിം വിരുദ്ധരായ ആളുകളെ കൂടി കമന്റ് ബോക്സിൽ അവരുടെ ഒരു തൃപ്തിയും അവരുടെ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി ഈ സൈസ് തെമ്മാടിത്തരം, ഈ സൈസ് തോന്നിയ മാസം മേലെ കാണിച്ചു പോലും. ഈ മതവാദി മലരൻ ഉസ്തു ജിഹാദിനെ വരെ വെളുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ വെളുപ്പിക്കാനായിട്ട് തീവ്രവാദം കൂടെ ബാക്കിയുള്ളൂ. അതിന് മുന്നൊരുക്കം എന്ന നിലക്ക് ഈ ഇന്ത്യയിൽ പിടിക്കപ്പെടുന്ന തീവ്രവാദികൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ ഓർത്ത് ഇവനൊക്കെ വല്ലാണ്ട് ദണ്ണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ദണ്ണിക്കുന്ന ഒരുപാട് ഉസ്താദ്മാർ ഇപ്പൊ കേരളത്തിൽ നമ്മൾക്ക് കാണാനും കഴിയുന്നുണ്ട്. ഉസ്തുവിന്റെ അഭിപ്രായത്തിൽ ജിഹാദി എന്നുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികളും കാര്യസാധ്യത്തിനായി ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്നവരുമാണത്രേ. ഇവിടെ ചില വിരുദ്ധന്മാരുണ്ട് കാര്യസാധ്യത്തിനായിട്ട്, സ്വർഗത്തിൽ ഓഫർ ചെയ്തിട്ടുള്ള ഹൂറികളുമായിട്ടുള്ള കാര്യസാധ്യത്തിനായിട്ട് സ്വയം പൊട്ടിത്തെറിക്കുകയും കൂട്ടത്തിൽ പാവപ്പെട്ട കുറെ നിരപരാധികളെ കൊല്ലുകയും ചെയ്തുകൊണ്ട് കാര്യസാധ്യത്തിനായിട്ട് വെമ്പല് കൊള്ളുന്ന ചില കൂട്ടര്. ഇവരെയൊക്കെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സംശയം.